ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പ്രസിഡന്റ് അല്ല ഇതെന്താ എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? സംഘം ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു ഏകപക്ഷീയമായ കാര്യം അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എങ്ങനെയാണ് CPM-ന് പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു പാനലിസ്റ്റുകൾ. നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. എന്തായാലും ഞാൻ ആവർത്തിക്കുന്നു, അതായത് ഈ ഹൈക്കോടതി നടപടിക്രമങ്ങളിലോ ഇതേവരെ സമർപ്പിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലോ ഒരു മാറ്റവും ഇല്ലല്ലോ. ആ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ആകെ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കവേ നമ്മുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി, ഞാനിപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെയും പേരെടുത്ത് വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ വന്നത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെ ആയി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് CPM-ന്റെ AKG സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന നൂറുകണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ സ്വർണം ഇടപെടാതെ അങ്ങ് ഇടപെടാതെ അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റി എനിക്ക് കാരണം എന്താണ്? അല്ല ആങ്കർ ഇത് കാണുന്നില്ല. ഞാൻ ഇത് താങ്കൾ പറഞ്ഞ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നേതാവിന്റെ പേരെന്താ? താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റണില്ലേ? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. തിരുവാഭരണ കമ്മീഷണറുടെ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി സമയം കൊടുക്കണം. അങ്ങ് അങ്ങയുടെ ഊഴത്തിൽ പറയൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കേൾക്കാൻ ഉതകും വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകുമല്ലോ. യൂത്ത് കോൺഗ്രസ് നിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ഓഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല. മുരാരി ബാബുവിന്റെ സ്വർണം പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഏതു സംഘടനയുടെ നേതാവാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഏതു സംഘടനയുടെ നേതാവാണ്? പ്രസിഡന്റ്
അല്ല ഇതെന്താ താങ്കൾ ഈ പറയുന്ന മണ്ടത്തരാണ്. KS ബൈജു രണ്ടും കാര്യം നോട്ട് ചെയ്ത് വെച്ച് മറുപടി പറയാം. ഒരാളെ വെറുതെ ആവശ്യമില്ലാതെ ഇതിനകത്തോട്ട് വലിച്ചേക്കുന്നത് എനിക്കറിയാന്നേ നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ടത്തരാണ് ഒരാളെ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അല്ല, ഒരാൾ സംസാരിക്കുന്നതിന് മണ്ടത്തരം പറയരുത്. ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം? ജേക്ക് സഖാവേ അത് വേറൊരാളാണ്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. എന്നാണ് അത് കോൺഗ്രസ് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഡയലോഗ് ഇറക്കരുത്. ശരി, ഞാൻ പറഞ്ഞല്ലോ. ജേക്ക് പറയട്ടെ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ അല്ല, ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ, ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ ചർച്ച ഇതെന്തൊരു ഏർപ്പാടാണ്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫോറിലല്ല. ആദ്യത്തെ ഗൂഢാലോചന നടന്നത് അത് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കൊടുത്തതാണ്. ആരാണ് അത് എഴുതി കൊടുത്തത്? 6/3/2019 കത്തിൽ ദേവസ്വം കമ്മീഷണറാണ് എഴുതി കൊടുത്തത്. ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് N വാസുവാണ്. ആ N വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ്. ഗോൾഡ് ക്ലാഡഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ച് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കെടുത്തത് ഇവർ രണ്ടുപേരുമാണ്. N വാസു ആരാണ്? N വാസു ആരാണ്? CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആക്കി. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? അത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ നേതൃത്വത്തിലെ ബോർഡാണ് അത് എഴുതി വെച്ചത്. ഈ ദേവസ്വം ഈ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംഘടിത നീക്കം അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചേർന്ന് മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ടോ എന്ന സംശയം കോടതി. ദേവസ്വം കമ്മീഷണർ ആരാണ്? ഹേ, ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ലെറ്റർ N വാസുവിന്റെ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകിടെന്ന് എഴുതിയത്. N വാസു എന്നത് CPM നേതാവാണ്. നിങ്ങൾ CPM-ന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ആളാണ്. വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റ് ഉള്ള ജയിക്കതിന് ഉത്തരം പറ. N വാസു ആരാ? N വാസു CPM-കാരനാണോ? അയാളെ തള്ളി പറ. N വാസു അല്ലേ ആദ്യം ഇത് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ കുറിച്ച് കോടതി പറഞ്ഞല്ലോ. അവരാരാ? അന്നൊന്നും പറ. അടിത്തറ അതാണ്. ഈ അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഇനി ആരാണെങ്കിലും ജയിക്കേ, ഇനി ഏതവനാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.